നമസ്കാരം. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് കരുത്തുറ്റ തിരിച്ചുവരവിനൊരുങ്ങിയ സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ നിയമക്കുരുക്കിൽപ്പെട്ട് ജയിലിലഴിക്കുള്ളിലാണ്. കൊച്ചിയിലെ പോലീസുകാരുടെ കഥ പറയുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കവെയാണ് സിനിമയെ വെല്ലുന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ലൈംഗികാതിക്രമ കേസിൽ രഞ്ജിത്ത് അറസ്റ്റിലാവുന്നത്. 2018 പുറത്തിറങ്ങിയ ഡ്രാമയ്ക്ക് ശേഷം രഞ്ജിത്ത് പൂർണ്ണരൂപത്തിൽ സംവിധാനം ചെയ്യുന്ന വലിയ ക്യാൻവാസിലുള്ള ചിത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം. തന്റെ കരിയറിലെ ഐക്കോണിക് കഥാപാത്രമായ കാരിക്കാമുറി ഷൺമുഖനെ വീണ്ടും വെള്ളിത്തിരയിലെത്തിച്ച് വലിയൊരു ഹിറ്റാണ് രഞ്ജിത്ത് ലക്ഷ്യമിട്ടിരുന്നത്. ബ്ലാക്ക് എന്ന സിനിമയിലാണ് കാരിക്കാമുറി ഷൺമുഖൻ ഉള്ളത്. മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ പ്രകാശ് വർമ്മയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൊച്ചിയിലും കോട്ടയത്തുമായി സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കവെയാണ് അപ്രതീക്ഷിതമായി പീഡനക്കേസ് ഉയർന്നു വന്നത്. പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഫോർട്ട് കൊച്ചിയിലെ സെറ്റിൽ വെച്ച് കാരവനിൽ അതിക്രമം നടത്തിയെന്നാണ് യുവനടിയുടെ പരാതി. ജനുവരിയിൽ നടന്ന സംഭവത്തിൽ കടുത്ത മാനസിക ആഘാതത്തിലായിരുന്ന നടി കഴിഞ്ഞ ആഴ്ചയാണ് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് പരാതി നൽകിയത്. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ നടന്ന രഹസ്യ അന്വേഷണത്തിനൊടുവിൽ തൊടുപുഴ മുട്ടത്തിന് സമീപത്ത് വെച്ചാണ് രഞ്ജിത്ത് പിടിയിലായത്. സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന വ്യക്തിയാണ് രഞ്ജിത്ത്. സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. അറസ്റ്റ് വിവരം മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം അറിഞ്ഞ രഞ്ജിത്ത് ഉന്നത ഉദ്യോഗസ്ഥരെയും മറ്റും ബന്ധപ്പെട്ട നീക്കങ്ങൾ തടയാൻ ശ്രമിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ആരും സഹായത്തിനെത്തിയില്ല എന്നാണ് വിവരം. അറസ്റ്റിന് പിന്നാലെ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് അദ്ദേഹം ജയിലിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു. എല്ലാം തെളിയും എന്ന ഒറ്റ വാക്കിലായിരുന്നു മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. പഴയ കേസുകളിൽ നിന്നും ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോഴാണ് പുതിയ കേസ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ലൈംഗിക അതിക്രമ പരാതിയിൽ രഞ്ജിത്തിനെ കോടതി 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കൊച്ചി മരടിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ ഹാജരാക്കിയ അദ്ദേഹത്തെ എറണാകുളം സബ് ജയിലിലേക്കാണ് മാറ്റിയത്. സിനിമാസത്തിലുണ്ടായിരുന്ന പലർക്കും നടിക്കുണ്ടായ ദുരനുഭവം അറിയാമായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മാനഭംഗം, ലൈംഗിക അതിക്രമം തുടങ്ങിയ അതീവ ഗൗരവകരമായ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ശനിയാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്ന രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന മറ്റ് ചലച്ചിത്ര പ്രവർത്തകരെയും വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യും. എന്തായാലും ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യമായ പഴുതടച്ച അന്വേഷണമാണ് കേസിൽ പോലീസ് നടത്തിയത്. മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമായിരുന്നു. നടി വളരെയധികം ട്രോമറ്റൈസ്ഡ് ആയിരുന്നുവെന്നും നടിക്ക് ആവശ്യമായ ചികിത്സകളും മാനസിക പിന്തുണയും ഒക്കെ നൽകിയതിനു ശേഷമാണ് കേസിലേക്ക് പോകാൻ നടി തയ്യാറായത്. കഴിഞ്ഞ ആഴ്ച മാത്രമാണ് പോലീസിനെ വിവരങ്ങൾ അറിയിച്ചത്. കൃത്യമായ ഇടപെടൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകളുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് രഞ്ജിത്തിനെ പഴുതടച്ച് അന്വേഷണം നടത്തി പൂട്ടിയത്. എന്തായാലും രഞ്ജിത്ത് വലിയ രീതിയിൽ ഇതിനു മുൻപും 2 തവണ ലൈംഗികാതിക്രമ പരാതിയിൽ പെട്ടിരുന്നു. ബംഗാളി നടി ആയൊരു സ്ത്രീയെയും മുൻപൊരു പ്രകൃതി വിരുദ്ധ പീഡനത്തിനും രഞ്ജിത്തിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഈ 2 പരാതികളിൽ നിന്നും രഞ്ജിത്ത് വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടിരുന്നു. എന്തായാലും ഇത് 3ാമത്തെ പരാതിയാണ്. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്.